രാഹുൽ, ബേപ്പൂർ എന്ന് പറയുന്നത് ആദ്യഘട്ടം മുതൽ മാധ്യമങ്ങൾ കണ്ണോടിക്കുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു. PV അൻവർ ഏറ്റവും ഒടുവിൽ വലിയ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. തല മൊട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് മാനാഞ്ചിറ വഴി ഓടും എന്നൊക്കെ പറഞ്ഞ ഒരു മണ്ഡലമാണ്. അദ്ദേഹത്തിന് അത്രയധികം കോൺഫിഡൻസ് അവിടെയുണ്ട്. ബേപ്പൂരിൽ മത്സരിക്കുന്നത് നമ്മുടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായ PA മുഹമ്മദ് റിയാസ് ആണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മരുമകനാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇത്തവണ എന്തായിരിക്കും ബേപ്പൂർ പറയാൻ പോകുന്നത്? ഇത്തവണ എന്താണ് ബേപ്പൂർ പറയാൻ പോകുന്നത് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിന്റെ പരാമർശങ്ങൾ. കടന്നാക്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ PV അൻവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനെയെല്ലാം കൃത്യമായിട്ട് നേരിടുകയാണ് PV അൻവർ ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വ്യക്തിവൈരാഗ്യമല്ല കാണിക്കേണ്ടത്, നിലപാടുകൾ വെച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും മാനാഞ്ചിറ മൈതാനത്തൂടെ ഞാൻ മൊട്ടയടിച്ച് കമ്മലിട്ട് നടക്കുമെന്ന് പറയുന്ന PV അൻവറിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചെറുതായി കാണാൻ കഴിയുന്നതല്ല. ബേപ്പൂര് പോലൊരു മണ്ഡലം, ആ ബേപ്പൂര് ശക്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായിട്ടുള്ള സംവിധാനമുള്ളൊരു കോട്ടയാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. അവിടേക്കാണ് PV അൻവർ എന്ന് പറയുന്ന മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാവായിരുന്ന അല്ലെങ്കിൽ ഒരു LDFന്റെ ഒരു MLA ആയിരുന്ന PV അൻവർ ഇപ്പോൾ UDFനോടൊപ്പം നിന്ന് മത്സരിക്കുന്ന PV അൻവർ മത്സരിക്കുന്നത്. അത് എത്രത്തോളം വെല്ലുവിളിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV അൻവർ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് കടുത്ത മത്സരമാണ് അവിടെ നേരിട്ടത്. അത് മാധ്യമങ്ങളിലൂടെയാണെങ്കിലും സർവേകളിലൂടെയാണെങ്കിലും നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോഴും എല്ലാ സർവേകളും പ്രവചിക്കുന്നത് കൃത്യമായിട്ടൊരു മുൻതൂക്കം അവിടെ മുഹമ്മദ് റിയാസിന് ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം അത്ര പെട്ടെന്നൊന്നും മുഹമ്മദ് റിയാസിനെ വീഴ്ത്താൻ കഴിയില്ല എന്നുള്ളൊരു പ്രവചനമാണ്. അത് മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയെ വീഴ്ത്താൻ കഴിയില്ല എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് 1980 മുതൽ അതൊരു ഇടത് കോട്ടയാണ്. മലബാർ റീജിയനിലെ ഒരു പ്രമുഖ ഇടത് കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് ആദ്യം നമ്മുടെ വായിൽ വരുന്നത് ബേപ്പൂർ തന്നെയാണ്. അപ്പോൾ ആ മണ്ണിന്റെ ചുവപ്പിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് PA മുഹമ്മദ് റിയാസ് വിജയിക്കുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം എന്ന് മാത്രം അതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതേസമയം ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ PV അൻവറിന്റെ വിജയ സാധ്യതകൾ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന് ഒന്ന് വിയർക്കാനുള്ള സാധ്യത തുറക്കുന്ന പല ഫാക്ടറുകളിലുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് അവിടുത്തെ മൈനോറിറ്റി വോട്ടുകളാണ്. ഇപ്പോൾ PA മുഹമ്മദ് റിയാസിന് കിട്ടിക്കൊണ്ടിരുന്ന ശക്തമായ ഈ പറഞ്ഞ മൈനോറിറ്റി വോട്ടുകൾ ഏകീകരിക്കാൻ PV അൻവറിന് ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ സാമുദായിക നേതാക്കൾ പോയി സന്ദർശിക്കുന്നു, അവരുമായി കൃത്യമായ ആശയവിനിമയം നടത്തുന്നു, അവരുടെ പിന്തുണ കൃത്യമായി ലഭിക്കുന്നു. അതുപോലെ തന്നെ PV അൻവറിന് ഒരു വലിയ ഫാക്ടറായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മരുമകൻ എന്നുള്ള പേരാണ്. ഒരു ആന്റി റിയാസ് ഫാക്ടർ അവിടെ ഉണ്ട്. കാരണം കേരളത്തിലാകെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അടുത്ത് മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നത് മരുമകനെയാണ് എന്നുള്ളൊരു നറേറ്റീവ് മാധ്യമങ്ങളിലാകെ പരക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുജനത്തിനിടയിലും ഇതുണ്ട്. കഴിഞ്ഞ 2016 മന്ത്രിസഭ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്ന ഒരു മന്ത്രിസഭയാണ്. ആ ഭരണത്തിൽ വളരെ സംതൃപ്തരായിരുന്നു. അതായിരുന്നു തുടർ ഭരണത്തിലേക്ക് ഇടതുപക്ഷത്തെ നയിച്ചത്. പക്ഷെ അതിൽ നിന്ന് നല്ല ഈ പറഞ്ഞ കീ റോളുകൾ ഉണ്ടായിരുന്ന, നല്ല പോസ്റ്റുകൾ ഉണ്ടായിരുന്ന ആൾക്കാരെ മാറ്റിക്കൊണ്ട് ഈ പറഞ്ഞ മുഹമ്മദ് റിയാസിനെയൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ജനങ്ങളിലാകെ ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് PV അൻവറിന് ഒരു വലിയ ഫാക്ടർ ആകാൻ പോകുന്നത്. PV അൻവറിന് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ UDFന്റെ പരമ്പരാഗത വോട്ടുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിവരെ കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ മൈനോറിറ്റി വോട്ട് ഷെയർ സമാഹരിക്കാനുള്ള ഒരു സാധ്യത PV അൻവർ കാണിക്കുന്നുണ്ട്. ഈ വലിയ സാഹചര്യങ്ങൾ പറയുകയാണെങ്കിലും PA മുഹമ്മദ് റിയാസ് തോൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹം വിജയിച്ചത്. അത് ചിലപ്പോൾ 10,000-ൽ താഴെ എത്തിക്കാൻ PV അൻവറിനെ കൊണ്ട് സാധിച്ചേക്കാം. എനിക്ക് PV അൻവറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PV അൻവർ ആദ്യമേ ഈ മുഖ്യമന്ത്രിയുടെ സംവിധാനങ്ങളെ പറ്റി വിമർശിച്ചുകൊണ്ട് വലിയ രീതിയിൽ പോസ്റ്റുകളും പ്രസ്താവനകളും നടത്തിയപ്പം ഇവിടുത്തെ സൈബർ അണികളുണ്ടല്ലോ, CPMന്റെ LDFന്റെ സൈബർ അണികൾ ആദ്യം PV അൻവറിന് അനുകൂലമായിട്ടാണ് എഴുത്തുകൾ എഴുതിയത്. പാർട്ടി സംവിധാനത്തെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ അടിച്ചൊതുക്കണമെന്ന് പറഞ്ഞ് PV അൻവറിന് അനുകൂലമായിട്ടാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് PV അൻവർ 2 ഘട്ടമായിട്ടായിരുന്നു ഈ പരിപാടി ചെയ്തത്. ആദ്യ ഘട്ടത്തിൽ സംവിധാനങ്ങളെ പരാമർശിച്ചുകൊണ്ട്
മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. മുഖ്യമന്ത്രി ഇവരെല്ലാവരും കൂടി പറ്റിക്കുകയാണ്, ചതിക്കുകയാണ് എന്നുള്ളൊരു നറേറ്റീവിൽ കൊണ്ടുപോയി. അടുത്ത ഘട്ടത്തിലായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയെയും കൂടി വിമർശിച്ചു തുടങ്ങിയത്. ആ ഘട്ടത്തിലായിരുന്നു സഖാക്കളെല്ലാം അദ്ദേഹത്തെ ഞാൻ കണ്ടു ആദ്യത്തെ 2 ദിവസം PV അൻവറിന് വേണ്ടിയിട്ട് മുറവിളി കൊടുക്കുന്ന LDF-ന്റെ അണികളെയാണ് നമ്മൾ കണ്ടത്. 2 ദിവസം കൊടുത്ത് കൃത്യമായിട്ട് യൂട്ടേൺ അടിച്ച് പാർട്ടിയെ ചോദ്യം ചെയ്യാൻ നീ ആരുമല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് PV അൻവർ കൊണ്ടെത്തിച്ചു. അത് പിന്നീട് PV അൻവർ അതിനുശേഷം പാർട്ടി അണികൾ തിരിഞ്ഞു എന്നറിഞ്ഞപ്പോഴത്തേക്കും മുഖ്യമന്ത്രിക്കെതിരെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അത് വലിയ വിഷയങ്ങളാകുന്നു. പിന്നീട് അദ്ദേഹം വലിയൊരു നേതാവായിട്ട് പിന്നീട് കടന്നു വരുന്നത് പിന്നീട് ഒരു സമരം നടക്കുമ്പോഴാണ്. ആ സമരത്തിലേക്ക്, അതായത് വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് വലിയൊരു മാർച്ച് നടത്തുന്നു. അതിൽ അദ്ദേഹം അറസ്റ്റ് വരിച്ചു പോകുന്നു. അങ്ങനെ അദ്ദേഹം വലിയൊരു നേതാവായിട്ട് മാറുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, നിലമ്പൂരിൽ ആര് മത്സരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അല്ലെങ്കിൽ ആദ്യം അദ്ദേഹം പറയുന്നത് UDF-ന്റെ ആര് മത്സരിച്ചാലും എനിക്ക് ഓക്കെയാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം പറയുന്നു, ഇല്ല, VS ജോയി ആണെങ്കിൽ മാത്രം ഞാൻ അംഗീകരിക്കും, ബാക്കി ആരും ഞാൻ അംഗീകരിക്കത്തില്ല. പക്ഷേ UDF അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവിടെ നമുക്കറിയാം, നിലമ്പൂർ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ച് 13,000 വോട്ടുകളാണ് വാങ്ങിച്ചത്. അദ്ദേഹം പറയുന്നത് നിലമ്പൂരിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ബേപ്പൂരാണ് എന്നാണ്. ഒരു നേതാവ് ഒറ്റയ്ക്ക് നിന്ന് ഒരു 13,000-15,000 വോട്ട് പിടിക്കാൻ കഴിവുണ്ടെങ്കിൽ ബേപ്പൂരിൽ നിന്നാലും അദ്ദേഹത്തിന് അത്രയും വോട്ടുകൾ കിട്ടാം. അതിൻ്റെ കൂടെ UDF-ന്റെയും LDF-ന്റെയും കൂടെ വോട്ടുകളാകുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. പക്ഷേ LDF-നെ സംബന്ധിച്ച് LDF-നെ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കോട്ടയാണ്. ആ കോട്ട ഒന്ന് അനങ്ങാനോ ഒന്ന് ഇളക്കാനോ അനുവദിക്കാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് LDF-ന്റെ വിശ്വാസം. അപ്പം 2 വിശ്വാസങ്ങൾ തമ്മിലുള്ളൊരു പോരാട്ടമാണ്. എല്ലാ മണ്ഡലങ്ങളിലും കടുത്ത മത്സരമാണ് നടന്നത്. ആ കടുത്ത മത്സരങ്ങൾ നടന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം കൂടിയാണ് ബേപ്പൂർ. അപ്പോൾ ബേപ്പൂരിൻ്റെ ചിത്രം നാളെ തെളിഞ്ഞു വരുമ്പോൾ ഒന്ന് നമുക്കറിയാവുന്നതുപോലെ UDF-ന്റെ ഒരു മുന്നണിയിലെ അംഗമല്ല യഥാർത്ഥത്തിൽ ഈ PV അൻവർ എന്ന് പറയുന്നത്, അസോസിയേറ്റ് അംഗം മാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഒരു മുന്നണി അംഗമാകാൻ വേണ്ടിയിട്ട് ഒരു പുതിയ മുന്നണി രൂപീകരിക്കാനുള്ള നീക്കം പോലും അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവർ വിജയിച്ചു വരികയാണെങ്കിൽ മറ്റൊരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും അദ്ദേഹം വിജയിച്ചു വരുന്നത്. ആ മുന്നണി UDF-ന്റെ ഭാഗമായിരിക്കും ഈ ഭരണ സംവിധാനത്തിൽ. അതെ, അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു വലിയ രീതിയിലുള്ള ഇടത് തരംഗം ഇപ്പോൾ ഇല്ല. എന്നാൽ ഒരു വലിയ രീതിയിലുള്ള UDF തരംഗം പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇപ്പോൾ സാധാരണ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ മറ്റ് മാധ്യമങ്ങളെല്ലാം പ്രവചിച്ചതുപോലെ 65-70 കൂടുതൽ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരും. എന്നാൽ UDF-ന് ഒരു വലിയ തരംഗമാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ ഈ ബേപ്പൂർ പോലും ഇളകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ VD സതീശനൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ 100 സീറ്റുകൾ ലഭിക്കും എന്ന് പറയുമ്പോൾ അതിൽ ഉറപ്പായും ബേപ്പൂർ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അത്രയ്ക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ പറഞ്ഞ PV അൻവറിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ PA മുഹമ്മദ് റിയാസ് ഒക്കെ ഈ പറഞ്ഞ സാമുദായിക നേതാക്കളെ സന്ദർശിക്കുന്നതിന് ആഴ്ചകൾ മുൻപ് അവിടെ എല്ലാ പ്ലാനിങ്ങുകളും നടന്നു, കൃത്യമായ എക്സിക്യൂഷൻ നടന്നു, ഈ ഗ്രൗണ്ട് ലെവലിലുള്ള വർക്ക് കൃത്യമായി നടന്നിട്ടുണ്ട്. അപ്പോൾ PV അൻവർ അദ്ദേഹത്തിന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം ആലോചിക്കണം, PV അൻവറിന് കുറച്ചുകൂടി വിജയ സാധ്യതയുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലം ചൂസ് ചെയ്ത് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ അവിടെ പോയി മത്സരിച്ച് നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ PA മുഹമ്മദ് റിയാസിനെ തറപറ്റിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ബേപ്പൂരിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാകാം. UDF-ന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി കൂടിയാണ്. അതെ, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വമാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കൃത്യമായ പ്ലാനും പദ്ധതിയും എല്ലാം കൊണ്ട് അദ്ദേഹം ബേപ്പൂരിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇടത് കോട്ട ഇളകാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യമേ ഓർമ്മ വന്നു, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന റീലാണ് ഈ പിടിച്ചു നിന്നവർ ഒലിച്ചുപോയി അങ്ങനെ പറഞ്ഞൊരു റീലുണ്ട്, ചലിച്ചു നിന്നവർ ഒഴുകിപ്പോയി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെയാണ് ചില കോട്ടകളൊക്കെ ചിലപ്പോൾ ഒലിച്ചു പോകാനുള്ളൊരു സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് ചിലപ്പോൾ വമ്പൻ കോട്ടകളായിരിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം വരെ കഴിഞ്ഞ പ്രാവശ്യം 97 1 ലക്ഷം ആകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അതുവരെ ഒലിച്ചു പോകുമോ എന്നുള്ള ഭയം LDF-ൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിഴലിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഭൂരിപക്ഷം പകുതിയായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സർവേ ഫലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നാളെ അറിയാം എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്.